ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അവസാനം വരെ വീഡിയോ കണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ 3:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടേബിളിൻ്റെ പുറത്ത് എല്ലാം എടുത്ത് വെച്ച് പിങ്കി ജൂലിയാണ് എനിക്ക് ഇന്ന് കൂട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ മക്കളെ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയണ്ടേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സുബഹിയൊക്കെ നിസ്കരിച്ചിട്ടും വെയിറ്റ് ചെയ്യൂ. എന്തിനാണെന്ന് അറിയുമോ, കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അക്കു, അമ്മു, കിച്ചു, മുജിക്ക, ഞാനെല്ലാം കൂടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക. എന്തിനാണെന്നറിയോ, ഞങ്ങളുടെ ഇക്കയുടെ ഉമ്മായും പാപ്പായും വരുന്നുണ്ട്. ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മക്കൾക്കും എനിക്കും ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ 6 മണിയായപ്പോൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെന്നൈയിലാണേ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുവാണ്. അപ്പോൾ ഞങ്ങൾ വിളിക്കാൻ പോകുക. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പോയി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. എത്തിയപ്പം 7:45 ട്രെയിൻ വരുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കി എല്ലാവരും ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുകയാണ്. അക്കു, അമ്മുവും, കിച്ചുവും, ഞാനും, മുജിക്കയിലും അങ്ങനെ അവരുടെ ട്രെയിൻ വന്നു കേട്ടോ. ഉമ്മാടേയും പാപ്പാടേയും ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നോക്കുവാണ് ഏത് കമ്പാർട്ട്മെൻറ്റിലാണെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പോയി അവരെ വിളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയി. അക്കു, അമ്മും, കിച്ചു ഓടിപ്പോയി ഉമ്മായും പാപ്പായും എല്ലാം വിളിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ അവർ പെരുന്നാൾ കൂടാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് ചെന്നൈ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് പോയില്ലല്ലോ, അത് കാരണം ഉമ്മായും പാപ്പായും ഈ പ്രാവശ്യം വീട്ടിലോട്ട് അങ്ങനെ വീട്ടിലാക്കിയിട്ട് മുജിക്കായും കിച്ചും കൂടെ ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കാണിക്കുന്നത് ഈവനിങ്ങിൽ ഞാൻ പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്കൊന്നുള്ളത് ഞാൻ കാണിച്ചില്ല, വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഉമ്മായും പപ്പായും ഉള്ള ആ സന്തോഷത്തിൽ മറന്നുപോയി കേട്ടോ. പിന്നെ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു, ചായയൊക്കെ തിളപ്പിച്ചു. ബാപ്പായ്ക്ക് മുട്ടക്കറി ഉണ്ടാക്കി. ബാപ്പ വേറെ നോൺ വെജ് കഴിക്കത്തില്ല, മുട്ട മാത്രമേ കഴിക്കത്തുള്ളൂ. പിന്നെ മുട്ട ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മുട്ട ബജ്ജി ഉണ്ടാക്കുകയാണ്. വേറെ മക്കൾ പറഞ്ഞൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അത് കാരണം മുട്ട ബജ്ജി ഉണ്ടാക്കി. പിന്നെ റവ കാച്ചാൻ വെച്ചിട്ടുണ്ട്, റവയൊക്കെ കാച്ചി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാൻ ഇടിയപ്പം മേടിക്കുകയാണ് ഇന്ന് വെളിയിൽ നിന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിയപ്പം മേടിക്കുന്ന ആ അണ്ണൻ ഇടിയപ്പം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടിയപ്പം എല്ലാവർക്കും ഉള്ള ഇടിയപ്പം അണ്ണൻ്റെ നിന്ന് മേടിച്ച് അങ്ങനെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറി വരികയാണ് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് താഴെ പോയത് മേടിക്കാൻ കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി. അങ്ങനെ പൈനാപ്പിളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ മുസമ്പി എടുത്തു, അതും കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ എല്ലാം ഇന്ന് ഭയങ്കര സന്തോഷമാണ് ഉമ്മായും പപ്പായും ഉള്ളത് കാരണം. എല്ലാം പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. കുറച്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു, പിന്നെ സ്ട്രോബെറി ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇന്ന് മുട്ട ബജ്ജി മാത്രമേ ഉള്ളൂ സ്നാക്സായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെയെല്ലാം പിന്നെ റവ കാച്ചി ഇതൊക്കെ ഞാൻ എല്ലാവർക്കും ഒന്ന് ഗ്ലാസ്സിനകത്തോട്ടൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് റോസ് മിൽക്കാണ്. മക്കൾക്ക് എന്ന് റോസ് മിൽക്ക് മതി, വേറെ ഒന്നും ഇഷ്ടമല്ല ജ്യൂസ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അവർ നോമ്പായത് കാരണം ഞാൻ അവരെന്ത് പറയുന്നോ അത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ട് കൊടുത്തേക്കുവാണേ. പിന്നെ അതിനുശേഷം ബാപ്പായും ഉമ്മായി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ലഡു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞങ്ങൾ ടേബിളിൻ്റെ പുറത്ത് ഇടിയപ്പവും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം എടുത്ത് വെച്ച് സെറ്റാക്കി ഞാൻ എടുത്ത് വെച്ചിട്ട് എല്ലാവരെയും പോയി വിളിച്ചുകൊണ്ട് വരികയാണ് നോമ്പ് തുറക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ എല്ലാം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മക്കളെല്ലാം വന്ന് ഇരിക്കാം ഞാൻ വിളിച്ചു, വന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വന്ന് എല്ലാവരും ഇരിക്കുകയാണ്. ബാപ്പായും മുജിക്കായും ഫാദിയും അക്കുവും അമ്മുവും ഉമ്മായും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. എല്ലാവരോടും ഒരുമിച്ച് നോമ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷം. നോമ്പ് തുറന്നിട്ട് എല്ലാവരും മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ബാപ്പ യാസീനൊക്കെ ഓതി ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആമയും പിടിക്കാൻ വേണ്ടി അടുത്ത് പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാപ്പ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ എല്ലാവരും ദുആ ചെയ്തതിന് ശേഷം ഞാൻ ഫാദിക്ക് ഫുഡ് കൊടുത്തു, കാരണം അവന് പോകണമല്ലോ. അപ്പോൾ അത് കാരണം ഫാദിയുടെ അമ്മ നീ കഴിച്ചിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കഴിച്ചു. ഞങ്ങളിപ്പോഴേ കഴിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഫാദിക്ക് കമ്പനിക്ക് വേണ്ടി അമ്മും കയറിയിരുന്നു. എന്നിട്ട് അമ്മു ഉമ്മായിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കും. ഉമ്മ പറയാം എനിക്ക് ഡിസൈൻ ഒന്നും വേണ്ട എന്ന് പറയുന്നത്, ചുമ്മാ ഒരു കുത്ത് വെച്ച് കൊടുത്താൽ മതി പറഞ്ഞു. അമ്മു അത് മൊത്തം കുളവാക്കി. അതിന് ശേഷം മുജിക്ക ഷോപ്പിലോട്ട് പോവുകയാണ്. മുജിക്കായും വീട്ടിലുണ്ടായിരുന്നു. ഉമ്മയുടെ മൈലാഞ്ചി ഉമ്മ കഴുകിക്കളഞ്ഞ് ചുമന്ന് കറുത്തൊരു പരുവായി. ഉമ്മ പറയുമോ ഇത് എന്തുവാ ഇട്ട് വെച്ചേക്കുന്നത്, കാലിലൊക്കെ നന്നായിട്ട് ചുമന്ന് നഖത്തിലേട്ടാ. ഉമ്മായിക്ക് ഭയങ്കര സന്തോഷം ഇത്രയും ചുമന്നപ്പോൾ തന്നെ. അമ്മ കാണിച്ചവരും അതിന് ബാപ്പായിട്ട് ഉമ്മായെ കളിയാക്കുക. എന്തോ പുതിയ പെണ്ണാണോ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞ് കളിയാക്കി കൊല്ലുവാണ് ഉമ്മായെ. അന്നേരം ഉമ്മായിക്ക് നാണക്കേട് കൊണ്ടുപോയി, കാരണം അമ്മ ആണെങ്കിൽ ഡിസൈനൊക്കെ ഇട്ട് കുളവാക്കി വെച്ചേക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജിജോ വന്നായിരുന്നു. ഇവനാണെങ്കിൽ നമ്മുടെ ആയിട്ട് നല്ല ഫാമിലിയുടെ ഫ്രണ്ടും നമ്മുടെ സ്റ്റാഫും എല്ലാം. അപ്പോൾ ഇവൻ ഞങ്ങളെ ഷോപ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഉമ്മായും പാപ്പായൊക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റ് കൊണ്ട് കാണിക്കാൻ വേണ്ടി കണ്ടിട്ടുണ്ട് നേരത്തെ വന്നപ്പം.
ഇപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ വന്നപ്പോൾ കാണാൻ വേണ്ടി പോവുക ഞങ്ങളങ്ങനെ. അവൻ വന്ന് ഞങ്ങളെല്ലാവരെയും വിളിച്ചുകൊണ്ട് ഷോപ്പിൽ പോയപ്പോൾ തന്നെ അക്കുവിൻ്റെ അമ്മൻ്റെ അഹങ്കാരം കണ്ട. സ്കൂട്ടി ഓടിച്ച് പഠിക്കുക, ഓടിക്കാൻ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പഠിക്കുക. അങ്ങനെ ഇതാണ് നമ്മുടെ സ്പൂൺസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ വന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അക്കുവും അമ്മും കൂടെ കാണിക്കുന്ന അഹങ്കാരം കണ്ട. സ്കൂട്ടി ഓടിച്ച് എന്തൊക്കെയാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നേ. അപ്പോൾ ഞങ്ങൾ രാത്രി 11:15 മണിയായി വീട്ടിൽ വന്ന്. പിന്നെ ഞങ്ങൾ കുബൂസൊക്കെ കൊണ്ടാണ് വന്നത്. അങ്ങനെ കിച്ചു കുബൂസ് ഉണ്ടാക്കുകയാണ്. അപ്പം ബാപ്പായ്ക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുക. ബാപ്പ ചിക്കനൊന്നും കഴിക്കത്തില്ല. പിന്നെ ഉമ്മായിക്കൊക്കെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഉമ്മ കഴിച്ചോളും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കുബൂസും ഇടിയപ്പവും കോളിഫ്ലവറിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ഗോബി മഞ്ചൂരിയൻ, മയോണൈസ്, എഗ്ഗ് കറി, ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ, പിന്നെ വെജ് ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അൽഹംദുലില്ലാ റാഹത്തായിട്ട് എല്ലാവരും ഇരുന്ന് സന്തോഷത്തോടു കൂടി കഴിക്കുകയാണ്. ഞങ്ങൾ കഴിക്കുന്നത് 11:45 പിന്നെ അതിനുശേഷം ഞങ്ങൾ റൂമിലോട്ട് പോയി എല്ലാവരോടും ഒന്നിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നവരെ ബൈ. താങ്ക്